ഹേ ഓൾ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സജു വ്ളോഗ്. ഇത് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ക്ലീനിങ് വീഡിയോ ആണ്. പെരുന്നാളൊക്കെ ആവാറായില്ലേ, നമ്മൾ നനച്ചുളിക്ക് ഫുള്ള് ഡീപ്പ് ക്ലീൻ ചെയ്തതാണ്. എന്നാലും പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേനും കുറച്ച് പൊടികളും അതൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് കച്ചറയാവും. അപ്പം നമുക്ക് ക്ലീനിങ്ങിലേക്ക് കിടക്കാം. നനച്ചുളിയുടെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ച്, പക്ഷെ തിരക്കൊണ്ട് പറ്റിയില്ല. വീഡിയോ എടുക്കലും പണി ചെയ്യലും പറഞ്ഞാൽ വലിയ ടാസ്ക്കായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് വീഡിയോ എടുത്തില്ല. അതിനു മുന്നേ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ രാവിലെ ഇതാ മുറ്റടിക്കൽ തന്നെ അവിടെ തുടങ്ങി. എവിടെ നിന്നാണ് ഇത്രയും പെട്ടെന്ന് പുല്ല് മുളയ്ക്കണമെന്ന് അറിയില്ല. എന്നാലും പറ്റണ പോലെയൊക്കെ പുല്ലൊക്കെ വലിച്ച് എല്ലതും വലിക്കാൻ നിന്നില്ല, ടൈം പോവും. പിള്ളേരെ സ്കൂളിലേക്ക് വിടണമല്ലോ. സ്കൂളിലെ ദിവസമാണ് പണിക്ക് നിന്നത്. അവരെ സ്കൂളിലേക്ക് വിട്ടാലാണ് എല്ലാ ക്ലീനിങ്ങും നടക്കുകയുള്ളൂ. അങ്ങനെ പറ്റണ പോലെയൊക്കെ പുല്ല് വലിച്ച് ബാക്കിയൊക്കെ രണ്ട് സൈഡും അടിച്ച് ക്ലീനാക്കിയിട്ട് ഇത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് വേണം പിള്ളേരെ സ്കൂളിൽ കൊണ്ടാക്കാൻ. കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് നേരെ എന്നിട്ട് കുളിക്കാൻ പോയി. എന്നിട്ട് പിന്നെ അവർ സ്കൂളിലേക്ക് പോകാനുള്ള സമയമായി. കുളി കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കൊടുക്കലും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് തിരക്കാവും. അപ്പോൾ അവരെ സ്കൂളിൽ കൊണ്ടാക്കി വന്നാൽ ബാക്കി എല്ലാ ക്ലീനിങ്ങും നടക്കും. അങ്ങനെ കൊണ്ടാക്കിയിട്ട് വന്ന് ബാക്കി പണികൾ തുടങ്ങി. ആദ്യം റൂമിൽ നിന്ന് തന്നെയാണ് തുടങ്ങി. ഫാൻ തുടക്കൽ, പിന്നെ കുറച്ച് മാറാലൊന്നും അധികം ഇല്ല. നമ്മൾ നനച്ചുളിക്ക് ഫുള്ള് ക്ലീനാക്കിയ കാരണം അധികമൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി മാറാലൊക്കെ തട്ടൽ തുടങ്ങി. ഈ രണ്ട് റൂമും ഹാളും സിറ്റ് ഔട്ടും മാത്രമേ ക്ലീൻ ചെയ്യാനുണ്ടാവുന്നുള്ളൂ. കിച്ചണും ബാത്റൂമൊക്കെ ഞാൻ തലേ ദിവസം തന്നെ കഴുകി വൃത്തിയാക്കി എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. കിച്ചണൊക്കെ നല്ല ഡീപ്പ് ക്ലീനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാം കൂടിയിട്ട് ഒരു ദിവസം ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമില്ല. അപ്പം അങ്ങനെ 2 ദിവസമായിട്ട് അങ്ങനെ ചെയ്തത്. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. ഭയങ്കര ടയേർഡായിരുന്നു, അത് കാരണം എടുത്തില്ല. കുട്ടീനെ ഉറക്കി കിടത്തിയിട്ടായിരുന്നു പണികൾ ചെയ്യുക. അങ്ങനെയൊക്കെ ആയിട്ട് പണികൾ വേഗം കഴിക്കണം എന്നായിരുന്നു. വീഡിയോ എടുക്കാമെന്നാൽ ലേറ്റാവും. അങ്ങനെ നമ്മൾ റൂമത്തെ കർട്ടനുകളൊക്കെ ഒരു കഴുകാണ്ടായിരുന്നു. അത് നല്ല പൊടിയുണ്ടായിരുന്നു, പെട്ടെന്ന് പൊടിയാവും കർട്ടനുമ്മ പൊടി. അങ്ങനെ ജനലുമ്മത്തൊക്കെ പൊടി തട്ടി കർട്ടനും ബെഡ്ഷീറ്റൊക്കെ കഴുകാടുത്ത്. പിന്നെ ഈ റൂം അടിച്ചൊരു ക്ലീനാക്കിയിട്ടതിന് ശേഷം ഹാളിലേക്കാണ് നിന്നത്. അപ്പുറത്തെ റൂമിൽ കുട്ടി കിടന്ന് ഉറങ്ങായിരുന്നു ആ ടൈമിൽ. അപ്പോൾ അവ ഉറങ്ങി എണീറ്റിട്ട് അപ്പുറത്തെ റൂം ബാക്കി ക്ലീനാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ റൂമൊക്കെ അടിച്ചു കയറിയിട്ട് ജനലും വാതിലൊക്കെ ഒന്ന് തുടയ്ക്കാനുണ്ട്. കുറച്ച് അധികം മാറാലെന്ന് പറയാനില്ല, പൊടിയാണ് നമ്മുടെ വീട്ടിൽ അധികം എന്ന് പറയുമ്പോൾ എന്നും അടിച്ചു കയറി തുടയ്ക്കുന്നതാണ്. എന്നാലും പിന്നെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും നിറയെ ഉണ്ടാവും പൊടി. മാറാല കുറച്ച് തട്ടിയപ്പോൾ മുസലയിലേക്കൊക്കെ ആകെ കുറച്ച് പൊടിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തട്ടി കുടഞ്ഞെടുത്ത് വെച്ച് അവിടെ അടിച്ചുകയറി ഇടണം. അടിച്ചുകയറൽ കഴിഞ്ഞിട്ട് വേണം ഈ ജനലയും വാതിലൊക്കെ നന്നായി തുടയ്ക്കാൻ. ഈ വാതിലിൻ്റെ ഇടയിലൊക്കെ ഉണ്ടല്ലോ നിറയെ പൊടി കയറിയിരിക്കുകയാണ്. എന്നിട്ട് തുണി നന്നായി നനച്ച് എല്ലാ ജനലിലെയും കമ്പിയും. ഷെയ്മോള സ്റ്റഡി ടേബിളാണ്. ഇപ്പം ഇതിന്മേൽന്ന് പഠിക്കാറൊന്നുമില്ല. ഇപ്പം ഞാൻ മുസല്ല വയ്ക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊക്കെ നന്നായി തുടച്ച് ഡോറിൻ്റെ ബാക്കിൽ ഉപ്പാടെ ഷർട്ടുകൾ തൂക്കിയിടുന്ന ആങ്കറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഷർട്ടൊക്കെ എടുത്തിട്ട് ചെറുതായിട്ടൊക്കെ പൊടിയുണ്ട്. അതൊക്കെ തുടച്ച് ഡോറിൻ്റെ ബാക്കൊക്കെ നന്നായി ക്ലീനാക്കി. പിന്നെ ബാത്റൂമിൻ്റെ ഡോറും നന്നായി തുടച്ചു വിട്ടാൽ കഴുകാറുണ്ട്. ഇപ്പോൾ ഇന്നലെ ബാത്റൂം ക്ലീനാക്കിയതുകൊണ്ട് കഴുകിയിൽ കഴിഞ്ഞു. അപ്പം നമ്മൾ വെറുതെ ജസ്റ്റ് തുടച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് അലമാരൊക്കെ ഒന്ന് തുടച്ച് ചില്ലുമ്മിലൊക്കെ ഈ പിള്ളേർ തൊട്ടിട്ട് നിറച്ച് പാടാണ്. അപ്പോൾ അതൊക്കെ നന്നായി വെള്ളം നനച്ച് തുടച്ചിട്ട് പിന്നെ പേപ്പർ ഇട്ടിട്ട് നന്നായി തുടച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് അകത്തേക്ക് നിന്നു പണിയെടുക്കാൻ. അകത്ത് കുറച്ചധികം ക്ലീനാക്കാണ്ട് 2 ജനലമ്മത്തെയും കർട്ടൻ ഊരിയിട്ട് കഴുകാനെടുത്ത് ജനലൊക്കെ തുറന്നിട്ട് നന്നായി തുടച്ച് ക്ലീനാക്കി. കർട്ടൻ ഇടുന്ന കമ്പിയില്ലാത്ത കാരണം ഈ കയറിങ്ങനെ കെട്ടിയിട്ട് വേണം കർട്ടൻ ഇടാൻ. അത് കാരണം അത് ഊരി പിന്നെ ഇടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഇടങ്ങേറാണ്. എന്നാലും മാസത്തിൽ 2 വട്ടം ഇതുപോലെ കർട്ടൻ ഊരി കഴുകൂട്ടാ. അങ്ങനെ ഈ ജനലിൽ തുടച്ച് പിന്നെ മാറാല കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഈ ജനലിൻ്റെ ഡോറ് തുടയ്ക്കണമെങ്കിൽ ഞാൻ പുറത്തേക്ക് പോകണം. പുറത്ത് പോയിട്ട് നിന്നിട്ട് വേണം തുടയ്ക്കാൻ. അകത്തൊന്നും തുടയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പുറത്ത് പോയി തുടയ്ക്കുകയാണ്. ഹോളിലത്തെ ഫാനും ഉപ്പ പിന്നെ ആഴ്ചയിൽ 1 ദിവസങ്ങൾ തുടക്കും. അത് കാരണം അതും അധികം പൊടിയില്ല. അത് കഴിഞ്ഞതാ ഞാൻ അപ്പുറത്തെ റൂമിലൊക്കെ നിന്നു. കുട്ടി എണീറ്റുണ്ടായിരുന്നു. അപ്പോൾ അവന് ഉമ്മാൻ്റെ കൊടുത്ത് ഈ റൂമൊന്ന് ക്ലീൻ ചെയ്യാൻ നിന്നു. അതുമൂലമൊക്കെ കുറച്ച് പൊടി ഉണ്ട്. അതൊന്നും എടുത്ത് തട്ടാൻ നിന്നില്ല, കാരണം നനച്ചുളിക്കെല്ലാം ക്ലീനാക്കിയതല്ലേ. അപ്പോൾ അതുമുള്ള പൊടി മാത്രം തട്ടിയെടുത്ത് പിന്നെ ഈ റൂമത്തെയും കർട്ടനൊക്കെ ഊരി കഴുകാൻ എടുത്ത് കുട്ടിയുടെ തൊട്ടിയും ഒക്കെ എടുത്തു.
ബെഡ്ഷീറ്റും എല്ലാം കൂടിയിട്ട് എടുത്ത് കഴുകാൻ കൊണ്ടുപോയി. പിന്നെ ഈ റൂമത്തെ ജനല തുടക്കാൻ ഞാൻ പുറത്ത് പോയി വന്നിട്ടാണ് തുടച്ചത്. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് അടിച്ചോരി, അധികം കച്ചറില്ല, അത് കാരണം വലിയ കുഴപ്പമില്ല. വേഗം അടിച്ചോരി. ഈ കട്ടിൻ്റെ ചുവട്ടിൽ ഈ പിള്ളേർ പന്തൊക്കെ കൊണ്ടുവന്നിടും. അങ്ങനെ അടിച്ചു വരുമ്പോഴാണ് ഓരോന്ന് കിട്ടുക. അങ്ങനെ അടിച്ചോരലൊക്കെ തുടങ്ങി. എല്ലായിടത്തും അടിച്ചോരിയതിന് ശേഷം ആണ് തുടച്ചത്. പിന്നെ ഓർമ്മ വന്നത് ദിവാങ്കൂടിൽ വിരിച്ചിരുന്നത് കഴുകാൻ കൊണ്ടുപോയിട്ടില്ല എന്ന്. അങ്ങനെ അതും എടുത്തിട്ട് കഴുകാൻ കൊണ്ടുപോയി. പിന്നെ ഈ ഹോളിൽ കിടക്കുന്ന കട്ടിലിൻ്റെ വിരിയൊക്കെ ഒന്ന് വിരിച്ചിട്ടു. അതിന് പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതങ്ങനെ കുടഞ്ഞിട്ട് വിരിച്ചിട്ടു. പിന്നെ ചെയർ തുടയ്ക്കാണ്ടായിരുന്നു. ആ പൊടിയൊക്കെ തട്ടിയപ്പോൾ ചെയറുമ്പോൾ പൊടിയായി. അപ്പോൾ ആ പൊടി തുടച്ചെടുത്തിട്ട് പിന്നെ കിച്ചണിലേക്ക് നിന്നു. കിച്ചൺ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ കാരണം പിന്നെ അവർക്കൊന്ന് വെറുതെ തുടച്ചെടുക്കേണ്ടേ വന്നുള്ളൂ. പിന്നെ ഡൈനിങ് ഏരിയ അവിടെ അടിച്ചൂരി ക്ലീനാക്കി. പിന്നെ കടലാസ് കവറ് അങ്ങനത്തെ ഒക്കെ വേറെ സെപ്പറേറ്റ് ആക്കിയിട്ട് ബാക്കി കച്ചറ കൊണ്ടുപോയി കളയും. ഇത് നമ്മളെ വർക്ക് ഏരിയയാണ്. പിന്നെ തുടക്കൽ തുടങ്ങി. പിന്നെ നോമ്പായതുകൊണ്ട് ചോറും കൂട്ടാനും വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു പണി ഇല്ലാത്ത കാരണം ബാക്കിയുള്ള പണികളൊക്കെ വേഗം കഴിയും. ഈ ഒരു വീഡിയോ എനിക്ക് എപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അറിയില്ല. മാക്സിമം നോക്കാം പെരുന്നാളിൻ്റെ മുന്നേ ചെയ്യാൻ പറ്റുമെന്ന്. ഇല്ലെങ്കിൽ പെരുന്നാൾ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുക, കാരണം കുറച്ച് തിരക്കാണ്. അങ്ങനെ കുളിക്കാൻ പോയി. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ബെഡ്ഷീറ്റുകളൊക്കെ വിരിച്ചിട്ട് ഇത് കഴിഞ്ഞിട്ട് വേണം നിസ്കരിക്കാൻ. അപ്പോൾ 2 റൂമിലും ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടു. അങ്ങനെ വൈകുന്നേരത്തെ പരിപാടിയായി. ഇന്നത്തെ നോമ്പുതുറയുടെ സ്പെഷ്യലാണ് ഇതൊക്കെ. വലിയ കാര്യമായിട്ട് സ്പെഷ്യലൊന്നുമില്ല, ലാസ്റ്റത്തെ നോമ്പായിരുന്നത്. അപ്പം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നിസ്കരിക്കലൊക്കെ കഴിഞ്ഞ് വന്ന് ചായ കുടിക്കായിരുന്നു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പറയാൻ പൂരിയും ഉരുളക്കിഴങ്ങ് ബജി. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നപ്പോൾ ഒരു 11:30 ഒക്കെ ആയപ്പോൾ ഒരാളുടെ സർപ്രൈസ് എൻട്രി. ഇതാണ് എൻ്റെ ഒരേ ഒരു അനിയത്തി ജിസീല. അവൾ ഇവിടെ അല്ല, അവൾ മംഗലാപുരത്ത് നേഴ്സാണ്. അപ്പോൾ തലേ ദിവസം എത്തിയതാണ്. അങ്ങനെ അവളൊന്നും എൻ്റെ ആഹ്ലാദമാണ് നടക്കുന്നത്. ഉപ്പ വാങ്ങിച്ചു കൊണ്ടുവന്ന വാച്ചും ക്ലേയും ഇതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അവൾക്ക്. അങ്ങനെ അവൾ മുട്ടായിക്ക് കൊടുത്തപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബായ്.